പ്രൈസ് ലോർഡ്. കൗൺസിലിംഗ് സീരീസിൻ്റെ 9th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അഡിക്ഷൻസ്, അടിമത്വം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുകളയാൻ കഴിയാത്ത ഏതെങ്കിലും ശീലങ്ങളുണ്ടോ? അതൊരു പക്ഷേ മൊബൈൽ യൂസ് ആയിരിക്കും, ഡ്രഗ്സിനോട് അഡിക്റ്റഡ് ആയിരിക്കും, ആൽക്കഹോൾ, സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഗെയിമിംഗ്, കൂടുതൽ ഗെയിംസ് കളിക്കുന്ന അനുഭവം, പോർണോഗ്രാഫി, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. എവിടെയെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ അഡിക്ഷൻ എന്ന് വെച്ചാൽ അതൊരു ബാഡ് ഹാബിറ്റ് മാത്രമല്ല, അത് നമ്മെ ബോണ്ടേജിലേക്ക്, അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. അഡിക്ഷൻ നമ്മുടെ ആദ്യമൊക്കെ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്വഭാവങ്ങൾ, ഈ ശീലങ്ങൾ നമ്മെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് അത് നീങ്ങുവാനിടയായിത്തീരും. പക്ഷേ ദൈവത്തിന് നമ്മെ അതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയും. കർത്താവിൻ്റെ വചനം നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പെന്ന് വെച്ചാൽ, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തും. ഒരിക്കലും ആ ഒരു അഡിക്റ്റഡായ അനുഭവത്തിൽ തുടരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇനി ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, അഡ്മിറ്റ് ദ അഡിക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന സ്വഭാവം എന്ത് തന്നെയാണെങ്കിലും, ശീലങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡോണ്ട് ഫൈറ്റ് ഫോർ ഇറ്റ് അലോൺ. ഒറ്റയ്ക്ക് അതിനോട് പൊരുതരുത്, ഒറ്റയ്ക്ക് അതിനോട് യുദ്ധം ചെയ്യരുത്. മൂന്നാമതായിട്ട്, പ്രേ ഡെയിലി, എന്നും പ്രാർത്ഥിക്കുക. നാലാമതായിട്ട്, റിമൂവ് ദ ട്രിഗേഴ്സ്. ഈ അഡിക്ഷൻ ഉണ്ടാകുന്ന ചില കാരണങ്ങളുണ്ട്, വൈകാരികമായ ചില അനുഭവങ്ങളുണ്ട്, അതിനെ മാറ്റാൻ ശ്രമിക്കുക. അത് പല വിധത്തിൽ നമുക്കതിനെ മാറ്റുവാൻ കഴിയും. അതിനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ട്രിഗേഴ്സിനെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അപ് ടു പെർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് നമുക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അടുത്ത ഒരു കാര്യം, കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുക. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി നമുക്ക് പുറത്തു വരുവാൻ കഴിയും. അടുത്തൊരു വിഷയം, ഫൈൻഡ് എ ട്രസ്റ്റഡ് പേഴ്സൺ, സ്പിരിച്വൽ ഓർ പ്രൊഫഷണൽ, ആര് തന്നെയാണെങ്കിലും. നിങ്ങളുടെ അഡിക്ഷൻ ഒത്തിരി സീവിയർ ആണെങ്കിൽ യു ഡെഫിനറ്റ്ലി ഹാവ് ടു കോൺടാക്ട് എ പ്രൊഫഷണൽ പേഴ്സൺ അലോങ് വിത്ത് എ സ്പിരിച്വൽ സപ്പോർട്ട്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് ഒരു പേഴ്സണെ, നിങ്ങൾക്ക് കൗൺസിലറിനെ നിങ്ങൾക്ക് സമീപിക്കുന്നത് ഏറ്റവും ഉചിതമായൊരു കാര്യമാണ്. എല്ലാറ്റിനും മീതെ ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ വചനം, പ്രാർത്ഥന, ഈ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അഡിക്ഷൻസിനെ ധാരണം ചെയ്ത് ദൈവിക പദ്ധതിയിലേക്ക് കടക്കുവാൻ ഇടയായിത്തീരും. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കർത്താവ് സഹായിക്കും.